Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അത് ക്യാൻസർ ഉണ്ടാക്കുന്നു. മോനെ, നീ പുറത്താണോ ഉള്ളത്? എടാ പരദേശി, ഞാൻ പുറത്തു വന്നതിന് ശേഷം എന്റെ കടയിൽ വന്നിരിക്കുകയാണോ? എന്നോടാണോ നിന്റെ കളി? ആവശ്യമില്ലാതെ ടെൻഷൻ ആകാതെ. ഇതാ നോക്ക്, ഞാൻ വരുന്നവരെ അവൻ പോകരുത്. ശരിയേട്ടാ. അവനെ വെറുതെ വിടരുത്. എങ്ങനെയില്ല പണം കളക്ട് ചെയ്യണം. ചേട്ടാ, ഇയാള് 4 മാസത്തെ പലിശ മാത്രമേ തരാനുള്ളെന്നാ ഇപ്പൊ എന്നോട് പറയുന്നത്. അവനെന്താ എന്നോട് കളിക്കുകയാണോ? ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. ചേട്ടാ, ദേഷ്യപ്പെടല്ലേ? ഞാനിപ്പോ അങ്ങോട്ടാ വന്നോണ്ടിരിക്കുന്നത്. ചേട്ടൻ വാ, ഇയാളെ പിടിച്ചു വെച്ചേക്കാം. അവനെ പിടിച്ചു വെച്ചേക്ക്. ശുഭയില്ലേ അവിടെ? ഞാനിപ്പോ 9 മാസമായിട്ട് പണമൊന്നും തരുന്നില്ല. വെറുതെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ശരിയേട്ടാ. ഇന്ന് അവന്റെ അടുത്തുനിന്ന് പണം വാങ്ങാതെ ഞാൻ വിടില്ല. ഞാൻ വരുന്നവരെ അവനെ പിടിച്ചു വെച്ചേക്ക്. ഞാൻ വേഗം തന്നെ അങ്ങോട്ട് വന്നേക്കാം. ശരിയേട്ടാ. എല്ലാവരും അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. സുബോ, ഏയ് സുബോ, സുബോ, വിളിച്ചിട്ട് ഒരെണ്ണത്തിനെ കാണാനില്ലല്ലോ. എടാ എവിടാടാ? എടാ മര്യാദയ്ക്ക് കഥ തുറക്കാൻ. തുറക്കടാ. എടാ കഥ തുറക്കാൻ. എന്റെ ദൈവമേ, ഇതാരാണ്? നിന്റെ ചേച്ചി എന്തിയെ? എന്താടി നോക്കുന്നേ? ഇവളെ കാണാൻ കുറച്ച് വിചിത്രമായിട്ടുണ്ടല്ലോ. എടി പറയുന്ന കേക്ക്. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ഇവളെന്താ സംസാരിക്കുന്ന? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഇതല്ല എന്റെ കാശി വാങ്ങിച്ചതാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. ഏയ് സുവോ, എടാ പരദേശി, എവിടാടാ പോയത്? ഇന്ന് എന്റെ മുതല് കിട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരം പലിശയായിട്ട് ഇവളെ ഇങ്ങെടുക്കുക. പലിശ നിന്റെ അടുത്തുനിന്ന് എടുക്കാൻ പോവാ.
ജോയ് എന്തു പറ്റി? ജോയ് ജോയ് എവിടെ? അവൾ അവിടെ ഉറങ്ങുമല്ലേ? അവൾക്ക് എന്തോ പറ്റി. എന്തു പറ്റാൻ? ജോയ് ജോയ് ഏയ്, ജോയ് നീ എന്തോ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നത്. അവക്കൊരു കുഴപ്പമില്ലടി. തീർച്ചയായിട്ടും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ജോയ് 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 ഉറങ്ങ് മോളെ, ഉറങ്ങ്. ഒന്നുമില്ല, ഒന്നുമില്ല. ഞാനല്ലേ നിന്നോട് പറഞ്ഞത് അവക്കൊരു കുഴപ്പമില്ലെന്ന്. പകല് മൊത്തം ഇവളെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്തോ ദുസ്വപ്നം നീ കണ്ടതാ. ഉറങ്ങ് മോളെ, ഉറങ്ങ്. ഉറങ്ങിക്കോ. സമയം കുറയായി, വാ പോയി ഉറങ്ങാം. ദാ ദാ ഇപ്പൊ വരാം. ഇനി ജോയ്ക്ക് എന്ത് പറ്റും? എന്റെ അനിയത്തിക്ക് എന്ത് സംഭവിക്കും? അവളുടെ ഭാവി എന്താകും? ഈ വെള്ളം കുടിക്കും. അവക്കൊന്നും ആകില്ല. ആവശ്യമില്ലാതെ നീ ടെൻഷൻ അടിക്കല്ലേ. എല്ലാം ശരിയാകും. എന്ത് ശരിയാകുമെന്ന്? എല്ലാം ശരിയാകൂ? എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ പെട്ടെന്ന് തന്നെ ശരിയാകുന്നതാണോ? അതെങ്ങനെ ശരിയാകും? എങ്ങനെ ശരിയാവുന്നൊന്ന് പറ. അവൾക്ക് പാട്ട് കേൾക്കാതെ ആഹാരം പോലും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അവൾക്ക് ഉറങ്ങാനും പറ്റില്ല. അവൾ മുതിർന്ന പെണ്ണ, എന്നാലും തുണിയൊക്കെ മാറ്റാൻ സഹായിക്കുന്നത് ഞാനാ. എനിക്കും ആ ദൈവത്തിന് മാത്രം അറിയൂ അവളെ കുളിപ്പിക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. അവക്ക് പോലും അറിയില്ല അവൾക്ക് വരുന്ന യൂറിനല്ല എങ്ങനെ നിയന്ത്രിച്ച് നിർത്തണമെന്ന്. അവൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് ആരും അവളെ കല്യാണം കഴിക്കില്ല. ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ഞാനില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്താകും? അവളെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അവൾക്ക് എന്തു പറ്റും? നമ്മളില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അന്നു മുതലേ ഞാനാണ് അവളെ സംരക്ഷിക്കുന്നത്. ഞാനാണ് അവളുടെ അച്ഛനും അമ്മയും എല്ലാം. പക്ഷെ നിങ്ങൾ പറയുന്നു എല്ലാം ശരിയാകുമെന്ന്. ഇത്ര വർഷമായിട്ട് ഒന്നും ശരിയായില്ല. ഇതിന് ശേഷം അവൾക്ക് എന്തു പറ്റുമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആവശ്യമില്ലാതെ നീ വെറുതെ ടെൻഷൻ അടിക്കുക. അവളെപ്പോലൊരു പെൺകുട്ടിയെ ആരും ഒരിക്കലും വേദനിപ്പിക്കില്ല. ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. അതോർക്കുമ്പോഴാണ് എനിക്ക് പേടിയാവുന്നത്. അവളൊരു കുഞ്ഞിനെ പോലെ, അവൾക്കൊന്നും മനസ്സിലാവില്ല. ഈ സന്ദർഭം ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ടാ പറഞ്ഞേ അവൾക്ക് മോചനം കൊടുത്താൽ നന്നായിരിക്കും. എന്തായി പറയുന്നേ? അതെ, മോചനം. എന്തായി പറയുന്നേ? അതെന്താന്ന് വെച്ചാ നമ്മള് തന്നെ അവളെ കൊന്നാലെന്താ?
നിനക്കെന്താ ഭ്രാന്ത് വല്ലതും പിടിച്ചിട്ടുണ്ടോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പറയുന്നത് കേക്ക്. അവളിപ്പോ ആ സ്ഥിതിയിലുള്ളത്. ഒരു പക്ഷെ നമ്മളില്ലെങ്കിൽ അവളുടെ സ്ഥിതി എന്താകും? നാട്ടിലുള്ള തെമ്മാടികൾക്കൊക്കെ അവളൊരു വിരുന്നായി മാറും. അപ്പൊ ആരവളെ രക്ഷിക്കും? ആരവളെ സംരക്ഷിക്കും? ആര്? നിന്റെ തലച്ചോറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്റെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ അവളുടെ ചേച്ചിയാ, മറക്കണ്ട. ഞാൻ അവളുടെ അമ്മയും കൂടാ. അവളെ ഒരു അമ്മയെ പോലെ വളർത്തിയത് ഞാനാ. അതുകൊണ്ടാ ഞാനിങ്ങനെ പറയുന്നേ. ഇതാ എന്റെ അനിയത്തിക്ക് നല്ലത്. ഞാൻ പറയുന്നത് സത്യ. അവളെ ഈ ലോകത്ത് നിന്ന് നമുക്ക് മോചിപ്പിക്കാം. അതല്ലേ നല്ലത്? ഇപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങള് എന്റെ കൂടെ ഒന്ന് വന്നേ. വാ. പറ്റില്ല. ചെയ്തേ പറ്റൂ. നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. നീ എന്തായി പറയുന്നത്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മളില്ലെങ്കിൽ അവളുടെ സ്ഥിതി വളരെ മോശമായി തീരും. അങ്ങനെ സംഭവിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല. ദയവേത് ഞാൻ പറയുന്ന പോലെ ഒന്ന് കേക്ക് പ്ലീസ്. ഇതാണ് നല്ല തീരുമാനം. പ്ലീസ് വേഗം ഒന്ന് ചെയ്യേ. മിഥുൽ, അവള് കണ്ണു തുറന്നു.
ആ